ഈ ഒരു താമ്പാളപ്പെട്ടി അങ്ങനെ തന്നെ പറയാം, ഈ ഒരു തകരപ്പെട്ടി 4 ടയറും വെച്ച് റോട്ടിലൂടെ ഓടിക്കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള അപകടങ്ങൾ നടന്നു കഴിഞ്ഞാൽ, അവർക്ക് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജീവഹാനി തന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ ആരോട് ചോദിക്കണം? ഹലോ ചെങ്ങന്മാരെ, ഇന്ന് ഞാനുള്ളത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ തിരൂർക്കാടിനടുത്ത് ITCന്റെ അവിടെ കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലത്തെ ഒരു ബസ്സാണ്, പൂമംഗലം. ഈ ബസ് ഇന്നൊരു KSRTC ബസ്സുമായിട്ട് ചെറിയൊരു അപകടം നടന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു വളവ് തന്നെയാണ് അപകടം നടന്നിട്ടുള്ളത്. ഞങ്ങള് കോഴിക്കോടുള്ള ഒരു യാത്രയില് ഇവിടുന്ന് പോകുന്ന KSRTC ബസ്സുകളുടെ വിവരങ്ങള്, രജിസ്ട്രേഷനുകള് പരിവാഹനിൽ ഞങ്ങൾ സൈറ്റിൽ നോക്കിയപ്പോ പകുതി മുക്കാലും ബസ്സിന് അതിന്റെ രജിസ്ട്രേഷൻ കട്ടാട്ടോ, ഇന്നാക്റ്റീവ് ആയിട്ടാണ് ബസ്സുകൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ അടുത്തൊരു ആക്സിഡന്റ് നടന്നു. ആ ആക്സിഡന്റിൽ 2 പേര് മരണപ്പെട്ടു. ആ ഒരു KSRTC ബസ്സിനും രജിസ്ട്രേഷൻ ഉണ്ടായില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഈ വാഹനം തട്ടിയ ഉടനെ തന്നെ ആ KSRTC ബസ്സിന്റെ നമ്പർ പ്ലേറ്റ് പരിവാഹനിൽ നോക്കിയപ്പോ അതും ഇന്നാക്റ്റീവ് ആണ്. ഇപ്പൊ നമ്മൾ ഈ ബസ്സിന്റെ നമ്പർ പ്ലേറ്റ് അതിൽ കാണുന്നുണ്ട്, KL5 AB 2452. അത് ഞങ്ങൾ നോക്കിയപ്പോ അതിൽ ആക്റ്റീവ് ആയിട്ടാണ് കാണുന്നുള്ളത്. അപ്പൊ പോലീസ് വന്നപ്പോ ഇവിടുത്തെ പോലീസുകാർക്ക് ചോദിച്ചു, ഇതിനെതിരെ നിങ്ങൾക്ക് കേസ് എടുത്തൂടെ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു അത് നിങ്ങൾ RTO പോയി പരാതി കൊടുക്കണം എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം, നമ്മളൊരു നിയമം തെറ്റിച്ചാൽ, നമ്മളൊരു ഹെൽമെറ്റ് വെച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ ലൈസൻസ് ഇല്ലെങ്കിൽ, 3 ആളെ വെച്ച് വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആർക്കും പറയേണ്ട ആവശ്യമൊന്നുമില്ല. പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ട് പരാതി എടുക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഈ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളാവുന്നതുകൊണ്ട് തന്നെ അവരാരും ഇതിന് തയ്യാറാവുന്നില്ല. പക്ഷെ ഈ ഒരു താമ്പാളപ്പെട്ടി അങ്ങനെ തന്നെ പറയാം, ഈ ഒരു തകരപ്പെട്ടി 4 ടയറും വെച്ച് റോട്ടിലൂടെ ഓടിക്കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള അപകടങ്ങൾ നടന്നു കഴിഞ്ഞാൽ, അവർക്ക് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജീവഹാനി തന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ ആരോട് ചോദിക്കണം? അതൊന്നും നിങ്ങൾ ദയവായിട്ട് പറഞ്ഞു തരണം കേട്ടോ. കാരണം ഒരു ഉത്തരവാദിത്വം എന്നുള്ള സംഗതി കൂടി ഇതിലില്ല. കാരണം അപകടങ്ങളോ മറ്റ് കാര്യങ്ങളോ പറ്റിക്കഴിഞ്ഞാൽ അത് ജനം സഹിക്കല്ലാതെ വേറൊരു നിവർത്തിയില്ല. അപ്പൊ ഇതാണ് നമ്മളെ ഇവിടെ ആക്സിഡന്റ് നടന്ന KSRTC ബസ്. തികച്ചും ജനങ്ങൾക്ക് ഭീഷണിയായിട്ട് കൊണ്ട് തന്നെയാണ് ഇത്തരം ബസ്സുകൾ നിരത്തിലിറങ്ങുന്നത്. ഇത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ പ്രിയങ്കരനായ ഗതാഗത മന്ത്രിയോടാണ്. കാരണം അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകളൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള വാഹനങ്ങൾക്ക് തീർത്തും അദ്ദേഹം നടപടി എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കൂടാതെ തന്നെ ഞങ്ങളതാ ഈ തിരൂർക്കാട് ITCയുടെ വളവ് നിരന്തരമായിട്ട് അപകടം ഉണ്ടാവുന്ന ഒരു വളവാണ്. ഇപ്പൊ അടുത്തന്നെ ഒരു KSRTC ആക്സിഡന്റ് ആയിട്ട് 2 പേര് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെ ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ റോട്ടില് അതിന് വേണ്ടിയുള്ള ഡിവൈഡറുകൾ സ്ഥാപിക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യമുള്ളത്. അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്. ഇവിടെ ഇപ്പൊ ഈ ഒരു മാസത്തില് 4ാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ ഈ വണ്ടികൾ ഇവിടെ ആക്സിഡന്റ് ആവുന്നത്. ഇപ്പൊ ഒരു മാസം ഒരു 15 ദിവസം മുന്നേ ഒരു KSRTC ഒരു പോത്തളേറ്റ് പോകുന്ന ഒരു വണ്ടിപാടെ തട്ടിയിട്ട് 2 ആള് മരണപ്പെട്ടു. അതൊക്കെ ഈ KSRTC റോങ് സൈഡിൽ കയറി വരലോ, ഇതൊക്കെയാണ് ഈ വളവിൽ കയറി വരുന്നത്. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടുന്ന് തല വരെ ഒരു ഡിവൈഡറെങ്കിലും സ്ഥാപിക്കുകയാണെങ്കിൽ കുറെ അപകടങ്ങൾ ഈ വളവിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും. താഴത്തേക്ക് 3-4 വണ്ടികൾ വീണുള്ളൂ, കാറുകളൊക്കെ താഴത്തേക്ക് വീണും ചെയ്തു. ഇപ്പൊ അടുത്ത് 2 കാർ ഇതിന്റെ താഴത്തേക്ക് ഡിവൈഡർ തട്ടിയിട്ട് പുറത്തേക്ക്. പക്ഷെ ആൾക്കൊന്നും അപകടം ഉണ്ടായില്ല, അതുകൊണ്ട് വലിയ പ്രശ്നമില്ലായി. രാത്രിയിലൊക്കെയാണ് സംഭവം, 3 മണിക്കൊക്കെയാണ് സംഭവങ്ങൾ ഉണ്ടാവലുണ്ട്. ഇവിടെ സൈഡിലെ സേഫ്റ്റി ഗാർഡ് ഫിറ്റ് ചെയ്യണം. അപ്പൊ സെൻട്രലില് നിർബന്ധമായിട്ട് ഇവിടുന്ന് ആ പള്ളിന്റെ വളവ് വരെ എന്തായാലും ഇതിനൊരു ഡിവൈഡർ വെക്കല്. നമ്മൾ ഇതിന്റെ മുന്നേ അത് ഇവിടെ ഓഫീസർമാരോട് സംസാരിച്ചിരുന്നു. അവരിതുവരെ അതിനെ പറ്റി ഒരു തീരുമാനമൊന്നും എടുത്തില്ല. അതുകൊണ്ട് ഇത് എന്തായാലും ഈ ഒരു നീളം ഡിവൈഡർ വെക്കല് നിർബന്ധമാണ്. ഇതൊക്കെ പറഞ്ഞു തീരുന്നതിന് മുമ്പേ കിടക്കുന്നു അടുത്ത ആക്സിഡന്റ്. 3 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ടുണ്ട്. ഇനിയെങ്കിലും മനസ്സിലാക്കിക്കൂടെ ഈ പറഞ്ഞതൊന്നും വെറുതെ അല്ലെന്ന്? അല്ല, ഇതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? അപകടങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ഇതെല്ലാം കണ്ടില്ലെന്ന് അടിച്ച് ഉദ്യോഗസ്ഥരും അധികാരികളും. എല്ലാം ശരിയാകുമെന്നുള്ള വിശ്വാസത്തിൽ വീഡിയോയുടെ നിർത്തുകയാണ്. പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂട്ടണേ.